ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ബാക്കിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +2 ബയോ സയൻസ് എടുത്ത് പഠിച്ച് നഴ്സിംഗ് മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാം സ്കെയിലപ്പ് ആണെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് ഒരു വീഡിയോ. മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞ കോഴ്സിനെ പറ്റിയും കോളേജസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കോളേജിന്റെ വ്ളോഗ്സ് എല്ലാം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണുക. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾ ഓവർ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് കേരളത്തിൽ എങ്ങനെയാണ് BSc നഴ്സിംഗിന് സീറ്റ്സ് കാര്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ LBS പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സീറ്റ് കാര്യങ്ങൾ ലഭിക്കുക. അതായത് നിങ്ങളുടെ +2 മാർക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 98-99% മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ റിസർവേഷനിലെ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഏകദേശം 5 ലക്ഷം വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും +2 പഠിച്ചിറങ്ങുന്നത്. അതിൽ 1 ലക്ഷം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ LBS വഴി അലോട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 8000 തൊട്ട് 9000 സീറ്റുകൾ മാത്രമാണ് LBSന്റെ അണ്ടറിലുള്ളത്. അപ്പോൾ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കർണാടക പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കുള്ള ഒരു ആഗ്രഹമാണ് നഴ്സിംഗ് പഠിച്ചിറങ്ങി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എബ്രോഡ് പോകുമ്പോൾ നമുക്ക് എന്ത് വേണം, ലാംഗ്വേജ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞപ്പോൾ ലാംഗ്വേജ് കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ കർണാടകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ബേസിക്സ് മാത്രം ഇംഗ്ലീഷ് അറിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടിങ് തൊട്ട് ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് കാര്യങ്ങൾ സംസാരിച്ച് ഈ ഒരു 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ കോഴ്സ് കാര്യം കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് 100% ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങി നാളെ അബ്രോഡ് പോയി മൈഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതർ സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നത് കൊണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദി ബെസ്റ്റ് നഴ്സിംഗ് കോളേജ് ഇൻ കർണാടക. ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് കേരളത്തിൽ നിന്നും കർണാടകയിൽ പോയി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ KCET എക്സാം കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് ചെയ്യണം, എഴുതിരിക്കുക. KCET എക്സാം നിങ്ങൾ എഴുതിയാൽ മാത്രമാണ് കർണാടകയിൽ BSc നഴ്സിംഗ് സീറ്റ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കുക. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? KCET എന്ന എൻട്രൻസ് എക്സാം വഴിയാണ് കർണാടകയിലെ കോളേജിലേക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കാര്യങ്ങൾ ലഭിക്കുന്നത്. ഏതെങ്കിലും ഒരു കോളേജിന്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 100 സീറ്റിൽ 60 സീറ്റ്സും KCET എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടികൾക്കും 20 സീറ്റ് കർണാടക നേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്കും 20 സീറ്റ് KCET എഴുതിയവർക്കും ഉള്ളതാണ്. KCET എക്സാം എഴുതുന്നവർക്ക് ചില കോളേജിൽ ലോ ഫീസ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കണം. കാരണം അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചിറങ്ങിയാൽ ജോലി ലഭിക്കാൻ വളരെ വളരെ പാടാണ്. ഇനി എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? കോളേജിന്റെ അഫിലിയേഷൻ, INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ, KNC കർണാടക നഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ, RGUH രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ അണ്ടറിലാണ് ഈ പ്രോഗ്രാം നിങ്ങളുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ടോ, ഫാക്കൽറ്റിയുടെ യോഗ്യത അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, പ്ലേസ്മെന്റ് ഇന്റേൺഷിപ്പ് ഫെസിലിറ്റീസ്, ലൊക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എസ്റ്റാബ്ലിഷ് ഇയർ ആൻഡ് റെപ്യൂട്ടേഷൻ എല്ലാം ഓൾ ഓവർ നോക്കി അനലൈസ് ചെയ്ത് കോളേജ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസായി സംസാരിച്ച് അങ്ങനെ എല്ലാം നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ കോളേജിൽ കാര്യങ്ങൾ അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിലും കർണാടക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റുക 100% നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കുള്ള ഒരു മെന്റാലിറ്റിയാണ് മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ വാല്യൂ ഉള്ളൂ, എക്സ്പോസർ കാര്യങ്ങൾ കിട്ടുള്ളൂ അല്ലെങ്കിൽ സാലറി കാര്യങ്ങൾ കിട്ടുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഇടയിലുണ്ട്. ആക്ച്വലി നിങ്ങൾ കർണാടക നോക്കുന്ന ടൈമിൽ ഏകദേശം 6 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെ പാക്കേജസ് BSc നഴ്സിംഗിനുണ്ട്. അതായത് നിങ്ങൾ 8 ലക്ഷം കൊടുത്ത് പഠിച്ചാലും 12 ലക്ഷം കൊടുത്ത് പഠിച്ചാലും 18 ലക്ഷം കൊടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി സെയിം ആണ്, അതുപോലത്തെ സർട്ടിഫിക്കറ്റ് സെയിം ആണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോളേജിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. INC KNC എല്ലാം കോമൺ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തിരക്കേടില്ലാത്ത ബഡ്ജറ്റ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയ ബഡ്ജറ്റിൽ എല്ലാവിധ അപ്ലിക്കേഷൻസ് ഉള്ള നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോളേജ് എന്ത് ചെയ്യാം, മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ പറയുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ INC ഉണ്ടോ KNC ഉണ്ടോ അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാം, സീറ്റ് കാര്യങ്ങൾ ഉണ്ടാവും. കാരണം എല്ലാ വിദ്യാർത്ഥികളും ടോപ്പ് കോളേജ് നോക്കുമ്പോൾ എന്താ വെച്ചാൽ വലിയൊരു തുക വരും.
അതായത് നിങ്ങൾ ഓരോ വർഷം വലിയ തുക കോളേജിൽ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ നഴ്സിംഗ് സ്റ്റഡീസ് കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാം. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും പാരന്റ്സ് ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ റിവ്യൂസ് കാര്യങ്ങൾ നോക്കി സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് കോളേജ് കാര്യം തീരുമാനിക്കാറ്. കാരണം നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിന് INC എന്ന് പറയുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കോളേജിന്റെ അഫിലിയേഷൻ എല്ലാ വർഷവും കോളേജുകളിൽ ഇൻസ്പെക്ഷൻ നടത്തി ക്ലിനിക്കൽ എക്സ്പോഷർ കാര്യങ്ങൾക്ക് പ്രോപ്പർ ആണോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം INC കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ വർഷവും നോക്കുമ്പോൾ ചില കോളേജുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോസർ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെൻഡിങ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് നോക്കുന്ന ടൈമിൽ ചിലപ്പോൾ INC കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ നിയമപരമായി നോക്കുന്ന ടൈമിൽ ഉണ്ടാവില്ല, കോളേജിന്റെ INC ഇതൊന്നും അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ വർഷവും എല്ലാ വർഷവും നമുക്ക് എന്ത് ചെയ്യും അപ്ലിക്കേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കോളേജ് വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ INC ഇതിൽ പേപ്പേഴ്സ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ചെയ്യാം അവിടെ എത്തി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബെസ്റ്റ് നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത്? പ്ലേസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ, അഫിലിയേഷന്റെ അടിസ്ഥാനത്തിൽ, ഫീസിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഓൾ ഓവർ ഞാൻ കോളേജ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ള അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായത്തോട് കൂടിയാണ് ഞാൻ ലിസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന ഓരോ കോളേജിനെ പറ്റിയും നിങ്ങൾ റിസർച്ച് ചെയ്ത് ഓൾ ഓവർ അനലൈസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു കോളേജിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ കോളേജിന്റെ പേര് കമന്റ് ചെയ്യുക. ഞാൻ ഫ്യൂച്ചറിൽ അതിനെ പറ്റിയിട്ട് വീഡിയോസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിന് നിലവിലെ സീറ്റ് അവൈലബിലിറ്റി, INC പെൻഡിങ് ആണോ, നിലവിലെ ഫീസ് എത്രയാണ്, അതുപോലെ തന്നെ ഓൾ ഓവർ പ്രോസസ് കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കി നോക്കിയാൽ ഏതെല്ലാമാണ് ബെസ്റ്റ് നഴ്സിംഗ് കോഴ്സ് ഇൻ കർണാടക. ആദ്യമായി SLES കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിന്താമണി, കർണാടക. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോസർ നോക്കുകയാണെങ്കിൽ SLES ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 29 ജനപ്രിയ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹസനിലാണ് ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 40 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ആനുവൽ ഇൻടേക്ക് ഉള്ളത്. ജനപ്രിയ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 28 ശ്രീ രാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ് ആണെങ്കിൽ ചിക്കബനാവര, ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 40 സീറ്റാണുള്ളത്. ക്ലിനിക്കൽ എക്സ്പോസർ നോക്കുകയാണെങ്കിൽ ശ്രീ രാഘവേന്ദ്ര ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 27 പവൻ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കോലാർ ഡിസ്ട്രിക്ട്, കർണാടക. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 40 സീറ്റാണ് ടോട്ടൽ ഇൻടേക്ക് ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോസർ നോക്കുകയാണെങ്കിൽ മാരുതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 26 ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മലാത്തഹള്ളി, ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 40 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോസർ നോക്കുകയാണെങ്കിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 25 സ്ഫൂർത്തി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചന്ദപുര, അനക്കൽ റോഡ്, നഗാന, കൈനഹള്ളി, കർണാടക. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോസർ നോക്കുകയാണെങ്കിൽ അദ്രയ ഹോസ്പിറ്റൽ, സ്ഫൂർത്തി ഹോസ്പിറ്റൽ, കാവ്യ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലൊക്കെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. കോഴ്സസ് നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 24 മഞ്ജുശ്രീ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡോക്ടർ അംബേദ്കർ മെഡിക്കൽ കോളേജ്, RT നഗർ, ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോസർ നോക്കുകയാണെങ്കിൽ മഞ്ജുശ്രീ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ചിറയു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലൊക്കെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 23 AECS മാരുതി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബനാറഘട്ട മെയിൻ റോഡ്, കമാനഹള്ളി, ബാംഗ്ലൂർ. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 60 സീറ്റാണ് ടോട്ടൽ BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോസർ നോക്കുകയാണെങ്കിൽ സായികൃപ ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. കോഴ്സസ് നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM, PhD എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 22 ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ BH റോഡ്,
അഗാലക്കോട്ടെ, തുംകൂർ, കർണാടക. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 21 പത്മശ്രീ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കൊമാലഘട്ട, ചൊല്ലിക്കർ പോസ്റ്റ്, കെങ്കേരി, കർണാടക. 2004 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ESIC ഹോസ്പിറ്റൽ, രാജാജി നഗർ എന്നിവിടെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, GNM, ANM, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 20 മല്ലികൈ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിക്കബനവര, സിൽവപുര, ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 50 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ മല്ലിക ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 19 കൃപാനിധി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിക്കബലന്തൂർ, സോജാപൂർ റോഡ്, കർണാടക. 2005 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 60 സീറ്റാണ് BSc നഴ്സിംഗിന് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ കൃപാനിധി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 18 ആചാര്യ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സൊലദേവനഹള്ളി വില്ലേജ്, ഹെസ്രഗട്ട ഹൊബ്, ചിറ്റാനഗർ പോസ്റ്റ്, കർണാടക. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് ടോട്ടൽ 40 സീറ്റാണ് കോളേജിലുള്ളത്. ട്രിനിറ്റി ഹോസ്പിറ്റൽ, വിക്ടോറിയ ഹോസ്പിറ്റൽ, സ്പന്ദന, സൈക്കാട്രിക് ഹോസ്പിറ്റൽ, യലൻക ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇവിടേക്കാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 17 GGSM ഗോപാൽഗൌഡ ശാന്തിവേരി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നസാർബാദ് സിറ്റി നിയർ മൈസൂർ പാലസ്. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഗോപാൽഗൌഡ ശാന്തിവേരി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, GNM, പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 16 ശ്രീനിവാസ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വെളച്ചിൽ പടവു, അർക്കുല, കർണാടക. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീനിവാസ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 15 ശ്രീദേവി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സിറ റോഡ്, തുംകൂർ, ബാംഗ്ലൂർ. 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 50 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീദേവി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 14 ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ജനാനപ്രഭ, ഈസ്റ്റ് പോയിന്റ് ക്യാമ്പസ്, അവാലഹള്ളി, ബാംഗ്ലൂർ. 2004 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് പോയിന്റ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 13 സപ്തഗിരി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിക്കസാന്ദ്ര, ജലാഹള്ളി വെസ്റ്റ്, കർണാടക. 2015 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. സപ്തഗിരി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 12 MBJ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ KNI, മൈൽസ്റ്റോൺ, പുതുപ്പളയം, കോളത്തൂർ, ബാംഗ്ലൂർ. 1993 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ MBJ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 11 രാജരാജേശ്വരി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ തമ്പിപുര, മൈസൂർ റോഡ്, ബാംഗ്ലൂർ, കെങ്കേരി. 2004 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 170 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 10 BGS കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഉത്താറഹള്ളി മെയിൻ റോഡ്, കെങ്കേരി, ബാംഗ്ലൂരു. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 250 സീറ്റുകളാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ BGS ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ്, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 9 AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ.
ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ NH66 മംഗളൂരു കർണാടക. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ BSc നഴ്സിംഗിന് വേണ്ടി 40 സീറ്റുകളാണുള്ളത്. AJIM ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, BMLT, MBBS എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 8 ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബേഗൂർ റോഡ്, ഹോങ്കസാന്ദ്ര, ബാംഗ്ലൂർ. 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. GNM, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 100 സീറ്റാണ് ടോട്ടൽ BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 7 KLE യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് നഴ്സിംഗ് സയൻസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നെഹ്റു നഗർ, ബെൽഗാവി, കർണാടക. 1987 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. GNM, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഡോക്ടർ പ്രഭാകർ ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 6 നിറ്റ് ഉഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ദരലഘട്ട്, ബാംഗ്ലൂർ. 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് കെയർ ഹെഡ് ചാരിറ്റബിൾ ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 5 വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നെല്ലൂർ ഹള്ളി, ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 100 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 2 സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാൻഡമാൻ ഡാം, മൈസൂർ, കർണാടക. 1994 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 3 മണിപ്പാൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മാധവ് നഗർ, മണിപ്പാൽ, കർണാടക. 1990 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. കുസ്തൂർബ ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 2 JSS കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ JSS ഹോൾ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, രാമാനുജ റോഡ്, മൈസൂർ. 1957 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 100 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ JSS മെഡിക്കൽ കോളേജിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അറ്റ്ലാസ്. നമ്പർ 1 രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ MSR നഗർ, ബാംഗ്ലൂർ, കർണാടക. 1987 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. രാമയ്യ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാമാണ് കർണാടകയിലെ ബെസ്റ്റ് നഴ്സിംഗ് കോളേജ്. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതൊരു എക്സാംസിനെ പറ്റിയിട്ടോ ഏതൊരു കോളേജിന്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയാനുണ്ട്, ഞാനിപ്പോൾ ഈ പറഞ്ഞ കോളേജിന്റെ ഡോക്യുമെന്റേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നിലവിൽ IELTS പെൻഡിങ് ആണോ, നിലവിലെ ഫീസ് സ്ട്രക്ചർ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമന്റ് ബോക്സ് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്പർ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.